നമസ്കാരം. രഹസ്യങ്ങളുടെ കലവറയാണ് നമ്മുടെ പ്രപഞ്ചം. മനുഷ്യൻ്റെ ചിന്തകൾക്കും അപ്പുറമുള്ള നിഗൂഢതകളാണ് പ്രപഞ്ചം എന്നും ഒളിപ്പിച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തിലെ അതിശക്തവും വേഗതയേറിയതുമായ പ്രതിഭാസങ്ങളിൽ ഒന്നിനെ 2004 നമ്മുടെ ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞിരുന്നു. PSR J174824446 AD എന്ന പൾസറാണ് ഇവിടുത്തെ താരം. 2004 ജ്യോതിശാസ്ത്രജ്ഞരായ ജെയ്സൺ ഹെൻഡേഴ്സൺ, സ്കോട്ടം റാൻസോം എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഈ അത്ഭുത പ്രതിഭാസം കണ്ടെത്തിയത്. ഇത് ന്യൂട്രോൺ നക്ഷത്രങ്ങളുടെ ഭ്രമണ വേഗതയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾക്ക് പുതിയ മാനങ്ങൾ നൽകുന്നതായിരുന്നു. പൾസർ എന്നത് അതിവേഗത്തിൽ കറങ്ങുന്നതും ശക്തവുമായ കാന്തിക ക്ഷേത്രമുള്ള ഒരു ന്യൂട്രോൺ നക്ഷത്രമാണ്. വൻ നക്ഷത്രങ്ങൾ സൂപ്പർനോവയായി പൊട്ടിത്തെറിക്കുമ്പോൾ അവയുടെ കാമ്പ് ഒരു ന്യൂട്രോൺ നക്ഷത്രമായി ചുരുങ്ങുന്നു. ഈ നക്ഷത്രങ്ങൾ അതിവേഗത്തിൽ കറങ്ങുമ്പോൾ അവയുടെ കാന്തിക ധ്രുവങ്ങളിൽ നിന്ന് ശക്തമായ റേഡിയോ തരംഗങ്ങൾ പുറത്തുവിടുകയും ചെയ്യുന്നു. ഈ തരംഗങ്ങൾ ഭൂമിയിലെ നിരീക്ഷണാലയങ്ങൾ ലക്ഷ്യമാക്കി വരുമ്പോൾ ഒരു ലൈറ്റ് ഹൗസ് കറങ്ങുന്നത് പോലെ ഇടവിട്ട് മിന്നുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു. ഈ മിന്നലുകൾക്ക് ഒരു നിശ്ചിത ആവർത്തന ക്രമമുള്ളത് കൊണ്ടാണ് ഇവയെ പൾസർ എന്ന് വിളിക്കുന്നത്. കണ്ടെത്തിയിരിക്കുന്ന ന്യൂട്രോൺ നക്ഷത്രത്തെ പ്രപഞ്ചത്തിലെ അദ്വിതീയ പ്രതിഭാസമാക്കി മാറ്റുന്ന ചില പ്രധാന ഘടകങ്ങൾ ഉണ്ട്. അവ ഏതൊക്കെയെന്ന് നോക്കാം. അതിവേഗ ഭ്രമണം. ഈ പൾസറിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകത അതിൻ്റെ ഭ്രമണ വേഗതയാണ്. ഇത് സെക്കൻഡിൽ 716 തവണ കറങ്ങുന്നു. അതായത് ഒരു സെക്കൻഡിൻ്റെ 1000 ഭാഗത്തിനുള്ളിൽ ഒരു തവണ കറങ്ങുന്നു. ഇത് മിനിറ്റിൽ ഏകദേശം 43,000 തവണ കറങ്ങുന്നതിന് തുല്യമാണ്. ഈ വേഗത കാരണം അതിൻ്റെ ഭൂമധ്യരേഖാ ഉപരിതലത്തിലെ ഒരു ബിന്ദുവിന് പ്രകാശ വേഗതയുടെ ഏകദേശം 24% വേഗതയുണ്ട്. ഇതിന് നമ്മുടെ സൂര്യൻ്റെ പിണ്ഡത്തേക്കാൾ ഏകദേശം 2 മടങ്ങ് പിണ്ഡമുണ്ട്. എന്നാൽ അതിൻ്റെ വ്യാസം വെറും 20 മുതൽ 30 കിലോമീറ്റർ മാത്രമാണ്. ഒരു നഗരത്തിൻ്റെ വലിപ്പമുള്ള ഈ വസ്തുവിൽ സൂര്യനേക്കാൾ ഇരട്ടിയിലധികം പിണ്ഡം കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇത് അവിശ്വസനീയമായ സാന്ദ്രതയിലേക്ക് നയിക്കുന്നു. ഒരു ടീസ്പൂൺ ന്യൂട്രോൺ നക്ഷത്ര പദാർത്ഥത്തിന് ഏകദേശം 100 കോടി ടൺ ഭാരമുണ്ടാകും. ഭൂമിയിൽ നിന്ന് ഏകദേശം 18,000 പ്രകാശവർഷം അകലെയാണ് ഈ ന്യൂട്രോൺ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. ധനുരാശിയിലുള്ള ടെർസാൻ 5 എന്ന ഗോളാകൃതിയിലുള്ള നക്ഷത്രവ്യൂഹത്തിൻ്റെ ഭാഗമാണിത്. ഇത്തരം നക്ഷത്രവ്യൂഹങ്ങളിൽ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ വളരെ അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്നു. ഇത് ന്യൂട്രോൺ നക്ഷത്രങ്ങൾക്ക് വേഗത കൂടുവാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കുന്നു. റീസൈക്കിൾ പൾസറുകൾ. ഒരു ന്യൂട്രോൺ നക്ഷത്രം രൂപീകരിക്കപ്പെടുമ്പോൾ അതിന് ഇത്രയധികം വേഗത ഉണ്ടാകാറില്ല. PSR J174824446 AD പോലെയുള്ള പൾസറുകൾക്ക് ഈ ഭീമാകാരമായ ഭ്രമണ വേഗത ലഭിക്കുന്നത് അവയുടെ ദ്വന്ദ്വ നക്ഷത്ര വ്യവസ്ഥയിലെ പങ്കാളി നക്ഷത്രത്തിൽ നിന്നാണ്. ഈ പ്രക്രിയയെ റീസൈക്ലിംഗ് എന്ന് വിളിക്കുന്നു. ഈ ദ്വന്ദ്വ നക്ഷത്ര വ്യവസ്ഥയിൽ ന്യൂട്രോൺ നക്ഷത്രം അതിൻ്റെ സഹനക്ഷത്രത്തിൽ നിന്ന് ദ്രവ്യം വലിച്ചെടുക്കുവാൻ തുടങ്ങുന്നു. ഈ ദ്രവ്യം ന്യൂട്രോൺ നക്ഷത്രത്തിൻ്റെ ഉപരിതലത്തിലേക്ക് വീഴുമ്പോൾ അത് അതിൻ്റെ കോണീയ സംവേഗം അഥവാ ആംഗുലർ മൊമെൻറ്റം കൈമാറ്റം ചെയ്യുന്നു. ഈ സംവേഗം ന്യൂട്രോൺ നക്ഷത്രത്തിൻ്റെ ഭ്രമണ വേഗത ക്രമേണ വർദ്ധിപ്പിക്കുന്നു. ഇതൊരു സൈക്കിളിന് പെഡൽ ചവിട്ടുന്നത് പോലെയാണ്. കൂടുതൽ ശക്തിയായി ചവിട്ടുമ്പോൾ സൈക്കിൾ വേഗത്തിൽ പോകുന്നു. അതുപോലെ കൂടുതൽ ദ്രവ്യം വലിച്ചെടുക്കുമ്പോൾ പൾസർ കൂടുതൽ വേഗത്തിൽ കറങ്ങുന്നു. ഈ പ്രക്രിയയിലൂടെ വേഗത വർദ്ധിക്കുന്ന പൾസറുകളെ റീസൈക്കിൾഡ് മില്ലി സെക്കൻഡ് പൾസറുകൾ എന്നാണ് വിളിക്കുന്നത്. പൾസറുകൾ ജ്യോതിശാസ്ത്രജ്ഞർക്ക് നിരവധി മേഖലകളിൽ നിർണായകമായ വിവരങ്ങൾ നൽകുന്നുണ്ട്. ഒരു ന്യൂട്രോൺ നക്ഷത്രത്തിന് എത്ര വേഗത്തിൽ കറങ്ങാൻ കഴിയും എന്നതിൻ്റെ ഭൗതിക പരിധി മനസ്സിലാക്കുവാൻ ഇപ്പോൾ ഈ പൾസർ സഹായിക്കുന്നു. ഇതിലും വേഗത്തിൽ കറങ്ങിയാൽ കേന്ദ്രത്തിൽ നിന്നുള്ള അപകേന്ദ്ര ബലം കാരണം നക്ഷത്രം സ്വയം ചിതറിപ്പോകുവാൻ സാധ്യതയുണ്ട്. ന്യൂട്രോൺ നക്ഷത്രങ്ങളുടെ ഉള്ളിലെ അത്യന്തം സാന്ദ്രമായ പദാർത്ഥം എങ്ങനെ പെരുമാറുന്നു എന്നതിനെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ പരീക്ഷിക്കുവാൻ ഈ പൾസർ സഹായകമാണ്. ഐൻസ്റ്റൈൻ്റെ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം അതിശക്തമായ ഗുരുത്വാകർഷണ മേഖലകളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിക്കുവാനുള്ള ഒരു സ്വാഭാവിക പരീക്ഷണശാലയായി ഇത്തരം പൾസറുകൾ വർത്തിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ PSR J174824446 AD പ്രപഞ്ചത്തിലെ ഏറ്റവും തീവ്രമായ അവസ്ഥകളെക്കുറിച്ചും ഭൗതികശാസ്ത്രത്തിൻ്റെ അതിരുകളെക്കുറിച്ചും പഠിക്കുവാനുള്ള ഒരു അമൂല്യ പ്രതിഭാസമാണ്. വെബ് ഡെസ്ക് തത്വമയി TV.